ഇന്നും അതുപോലെ തന്നെ റബ്ബറും പാലെടുത്ത് ഷീറ്റൊക്കെ ഉറച്ചതിന് ശേഷം എൻ്റെ യൂണിഫോമൊക്കെ മാറ്റിയിട്ട് നേരെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഐറ്റം കണ്ടോ, ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഇന്നലെ പച്ചക്കറി വാങ്ങിക്കാൻ പോയപ്പോൾ ആ കടയിലിരുന്നതാണ്. പേരയ്ക്കായെന്നും പറഞ്ഞ് എടുത്തപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു തോരൻ വെക്കാൻ നല്ലതാണെന്ന്. പിന്നെ എനിക്കറിയില്ല എന്നൊന്നും പറയാതെ എന്തായാലും പുതിയൊരു ഐറ്റം അല്ലേ എന്നും പറഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ അങ്ങ് ചെത്തിക്കളഞ്ഞ് അതിനെ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. നമ്മൾ മുറിക്കുമ്പോൾ തന്നെ ആപ്പിൾ മാതിരിയാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മളെ ടേസ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മളെ സെയിം വെള്ളരിക്ക അതുപോലെ തന്നെയാണ്. സത്യത്തിൽ ഇത് എങ്ങനെയാ തോരൻ വെക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും എനിക്കറിയാവുന്ന രീതിയിൽ തോരൻ വെക്കാൻ വേണ്ടി ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. ഞാൻ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിൽ നിന്ന് ശകലം ഒന്നെടുത്ത് കഴിച്ച് നോക്കി കേട്ടോ. നമ്മളെ സെയിം വെള്ളരിക്ക അതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് എനിക്ക് തോന്നി. അങ്ങനെ മോൻ നിന്നപ്പോൾ അവനും കൊടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ഇതെന്ത് ടേസ്റ്റാണ്ടാ എന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അവനും സെയിം വെള്ളരിക്കയുടെ ടേസ്റ്റ് തന്നെ എന്നാണ് പറഞ്ഞത് കേട്ടോ. വെള്ളരിക്കയൊക്കെ തോരൻ വെക്കുന്ന അതേമാതിരി തന്നെയാണ് ഞാൻ അരിഞ്ഞത്. പിന്നെ ഒരു സവാളയും കൂടെ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാൻ തിരുവിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തെ സുനിയണ്ണം പോയി മീനൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മരിച്ചീനി വാങ്ങാനും കൂടെ പോയപ്പോൾ മരിച്ചീനി കിട്ടിയിട്ടില്ലായിരുന്നു. ഊണിന് ഇന്നത്തെ ദിവസം മരിച്ചീനി വേണമെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒരു അപ്പീലും ഇല്ല കേട്ടോ. അപ്പം നമ്മളെ ബേക്കിൽ നിന്ന് 2-3 മൂട് കമ്പും നട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അത് പരുവൊന്നും ആയിട്ടില്ല. പിന്നെ അതിനെ പോയി പുഴുതെടുത്തുകൊണ്ട് വരുവാണ്. ഞാൻ പുഴുതാന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണ കേൾക്കാതെ അവൻ തന്നെ പുഴുതെടുക്കുവാണ്. അങ്ങനെ ഇതേ എല്ലാം കൂടെ ഇത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ നേരെ വന്ന് തോരൻ വെക്കാനുള്ളതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായി. അപ്പം അതേ ഉരുളി വെച്ച് അതിലേക്ക് കടുക് വറുത്തിട്ട് നേരെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഐറ്റം അതിലേക്ക് ഇട്ട് ഉപ്പും ഇട്ട് ഇളക്കി വെക്കുവാണ്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നേരെ മരിച്ചീനി പൊളിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഇത് ഏകദേശം എന്തോ എന്ന് നോക്കിയപ്പോൾ നമ്മളെ വെള്ളരി മാതിരി തന്നെയായിരുന്നു. ഇതിൽ വെള്ളം ഊറി കയറുമായിരുന്നു. ഊറി കയറിയ വെള്ളം വറ്റുന്ന സമയം കൊണ്ട് ഞാൻ നമ്മളെ പൊളിച്ചു വെച്ച കിഴങ്ങൊന്ന് ചെറുതായിട്ട് കൊത്തിയിടുവാണ്. അരിഞ്ഞെടുക്കുവാണെങ്കിൽ അത് വെള്ളത്തിൽ കലങ്ങി പോകുന്നത് കൊണ്ട് ഞാൻ ചെറുതായിട്ട് കൊത്തിയിടുമായിരുന്നേ. ആ സമയം കൊണ്ട് അത് വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരച്ച അരപ്പും റെഡിയാക്കി അതിലേക്ക് മഞ്ഞപ്പൊടിയും ഇട്ട് നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ രീതിക്കുള്ള തോരൻ ഞാൻ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് താഴത്തെ ചേച്ചി വിളിച്ചായിരുന്നു. ഒരു പപ്പയ്ക്ക തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങളിവിടെ ഇതിന് പപ്പയ്ക്ക എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ അത് റെഡ് ലേഡി പപ്പയ്ക്കയായിരുന്നേ. അങ്ങനെ അതിന് ചെത്തി അപ്പോഴും തന്നെ കൈയോടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ വന്നിട്ട് നമ്മുടെ കപ്പ എടുത്ത് കഴുകി വൃത്തിയാക്കി അടുപ്പിൽ വെച്ചിട്ട് നേരെ മീൻ കണ്ടിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. വങ്കടയും ചാളയുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വങ്കടയുടെ തൊലി വിരിക്കുന്ന കാര്യം ഭയങ്കര പാടാണ്. ചാള പൊരിക്കുന്നതിനായിട്ടും വങ്കട കറി വയ്ക്കുന്നതിനുമായിട്ടാണ് കണ്ടിച്ച് റെഡിയാക്കി വൃത്തിയാക്കി വെച്ചത്. ആ സമയം കൊണ്ട് അതായത് നമ്മുടെ മരിച്ചീനിയും വെന്ത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വെണ്ണ മാതിരി ആയിട്ടുണ്ട്. ചെറിയ നല്ല രീതിക്ക് മിറ്റാത്തത് കൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ആയിട്ടുള്ളത്. അതിനുശേഷം വങ്കട കറി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അരപ്പെല്ലാം അരച്ച് വങ്കട അതിലേക്ക് കഷ്ണങ്ങളെല്ലാം വരിയിട്ട് കരിയേപ്പിലയും വിതറി വിട്ട് അടുപ്പിൽ വേക്കാനായിട്ട് വെച്ച് ഞാൻ മീനെല്ലാം വെക്കുന്നത് അടുപ്പിലാണ് കേട്ടോ. എന്നിട്ട് നേരെ പോയി പൊരിക്കാനുള്ള ചാളയിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഞാൻ വെളുത്തുള്ളിയും ചതച്ച് ചേർക്കുകയും വെളുത്തുള്ളി ഒരു പ്രത്യേക ടേസ്റ്റും മണവുമാണ്. എന്നിട്ട് അതെല്ലാം അടുപ്പ് പിടിച്ചതിന് ശേഷം നേരെ പൊരിക്കാനായിട്ട് അങ്ങ് വെച്ച് അത് ഗ്യാസിലാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പേരറിയാത്ത തോരനും കൂട്ടിയുള്ള ഇന്നത്തെ ഉച്ചയൂണ് റെഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.